ഹായ് കൂട്ടുകാരെ, നമുക്ക് പച്ചമുളക് പീര ഉണ്ടാക്കാം. അതിനായിട്ട് എരിവില്ലാത്ത ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുളി അതും എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര, പിന്നെ ഒരു ചെറിയ സവാള, അല്പം കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിനുള്ള ഉപ്പ്. നമുക്ക് ഈ പച്ചമുളകൊന്ന് 1/2 ഇഞ്ച് നീളത്തിലൊന്ന് മുറിച്ച് വെക്കണം. പിന്നെ സവാള നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതും, പിന്നെ ചതച്ച് വെച്ച തേങ്ങാപ്പീര, പിന്നെ ഈ കുടംപുളിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നല്ലതുപോലെ തിരുമ്മി പിടിപ്പിക്കണം നമുക്ക്. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം. കണ്ടോ, എല്ലാം കൂടിയാണ് ഇത് തിരുമ്മി പിടിപ്പിച്ച് വെക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് വേറൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു 1/4 ടീസ്പൂണോളം കടുക് വിട്ട് പൊട്ടിച്ച് നമുക്ക് ഈ തിരുമ്മി പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ട് അതിനകത്തേക്കിട്ട് അല്പം വെള്ളവും തളിച്ച് നമുക്കിതൊന്ന് ആവി വരുന്നവരെ ഒന്ന് മൂടി വെക്കുക. അപ്പോൾ ഇതിൻ്റെ ആവിയൊക്കെ വന്നു. എന്നിട്ട് അതിന് ശേഷം ഇതൊന്ന് ഉലർത്തിയെടുത്താൽ മതി. നമുക്ക് ഈ പച്ചമുളക് പീര ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കുവാൻ വളരെ നല്ലതാണ്. പറ്റാവുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്യണേ.